ഐറിസ് സേന യുദ്ധക്കപ്പൽ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി ഇറാൻ. ആക്രമണത്തിൽ ഖേദിക്കേണ്ടി വരും എന്നാണ് മുന്നറിയിപ്പ്. ഇന്ത്യൻ നാവികസേനയുടെ അതിഥിയായി എത്തിയ കപ്പലിന് നേരെ മുന്നറിയിപ്പില്ലാതെയാണ് ആക്രമണം നടന്നതെന്ന് ഇറാൻ പ്രതികരിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഈ വിഷയത്തിൽ കൂടാതെ ഇറാനിലെ ഇന്ത്യൻ അംബാസിഡർ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ഒരു ചർച്ചയ്ക്കുമില്ല എന്ന് പറയുകയാണ്. ആരാണ് ആക്രമണം തുടങ്ങിവെച്ചത്, ഏത് സാഹചര്യത്തിലാണ് അത് ഗൾഫ് മേഖലയിലേക്ക് പോയത് എന്നതിലൊക്കെ വിശദമായൊരു പ്രതികരണം. ഈ വിഷയത്തിലും, ഈ കപ്പലിനെ ആക്രമിച്ച വിഷയത്തിലും ഇന്ത്യ പ്രതികരിക്കാതിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളതും എന്നതും ശ്രദ്ധേയമാണല്ലോ. അനുജ, തീർച്ചയായും ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗൗരവത്തോടെയാണ് ഈ പടക്കപ്പൽ ഐറിസ് സേനയെ ആക്രമിച്ച സംഭവം എടുത്തിരിക്കുന്നത്. ഇതിൽ ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അറക്ചിയുടെ പ്രതികരണമാണ് ആദ്യഘട്ടത്തിൽ വന്നിരിക്കുന്നത്. ഈ ഒരു ആക്രമണത്തിൽ US ഖേദിക്കേണ്ടി വരും എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. കാരണം ഇന്ത്യൻ നാവികസേനയുടെ അതിഥിയായാണ് ഐറിസ് സേന ഇന്ത്യൻ സമുദ്രത്തിലേക്ക് എത്തിയത്. അവിടെ നിന്നും മടങ്ങും വഴിയാണ് ഈ ആക്രമണം ഉണ്ടായത്. മുന്നറിയിപ്പില്ലാത്ത ഒരു ആക്രമണമാണ് ഈ ഐറിസ് സേനയ്ക്കെതിരെ US നടത്തിയത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത തിരിച്ചടി ഈ വിഷയത്തിൽ US നൽകും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ ആക്രമണമുണ്ടായ ആദ്യഘട്ടത്തിൽ തന്നെ ഇറാൻ ഈ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഈ പടക്കപ്പലിന് നേരെ ഉണ്ടായത് എന്നും ഒരു നാവികാഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്ന കപ്പൽ യുദ്ധത്തിന് സജ്ജരായിരുന്നില്ല. കൂടാതെ കപ്പലിൽ പടയാളികളെക്കാൾ കൂടുതൽ ഇത് മറ്റ് ജീവനക്കാർ, ഇതൊരു അഭ്യാസ പ്രകടനമായതുകൊണ്ട് തന്നെ അതിനായുള്ള ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നത് എന്നും മുന്നറിയിപ്പില്ലാതെയാണ് ആക്രമണം ഉണ്ടായത്. ഈ കപ്പലിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഈ അന്തർവാഹിനി വേദ മിസൈലുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ കപ്പലിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആക്രമണ സജ്ജമായല്ല, മറിച്ച് ഈ ആയുധങ്ങളെല്ലാം തന്നെ ഈ അഭ്യാസ പ്രകടനം കഴിഞ്ഞ് മടങ്ങുന്ന വഴിയാണ് എന്നതുകൊണ്ട് തന്നെ അത് പാക്ക് ചെയ്ത നിലയിലായിരുന്നു എന്നും അറിയിച്ചിരുന്നു. എന്നാൽ US ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ഒരു പടക്കപ്പൽ അത് ഏത് തരത്തിൽ ആണെങ്കിലും ഒരു സംഘർഷ സമയത്ത് അന്താരാഷ്ട്ര ചട്ടങ്ങൾ അനുസരിച്ച് അത് ഒരു ടാർജറ്റ് ആയിരിക്കും ശത്രുവിന്റെ എന്നാണ് US പ്രതികരണം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ചട്ടലംഘനം ഉണ്ടായിട്ടില്ല എന്നാണ് അറിയിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഔദ്യോഗികമായ പ്രതികരണങ്ങൾ പരിമിതമായി മാത്രമാണ് വന്നിരിക്കുന്നത്. US ആദ്യഘട്ടത്തിൽ തന്നെ ഇന്ത്യയുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത് എന്ന ഒരു പ്രതികരണം വന്നിരുന്നു. അത് ഇന്ത്യ നിഷേധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ യാതൊരു തരത്തിലുള്ള സ്വത്തുക്കളും ഈ ഒരു ആക്രമണത്തിനായി ഉപയോഗിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും മറ്റ് പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതെ, ഇപ്പോൾ ഈ വിഷയത്തിൽ ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ ഒരു പ്രതികരണം കൂടി വരുന്നുണ്ട്. ദൗർഭാഗ്യകരമാണ് ഈ സംഭവം എന്ന് പറയുകയാണ്. അതിഥിയായി എത്തിയ യുദ്ധക്കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. നമ്മുടെ രാജ്യത്തെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.